എല്ലാവരും ചോദിച്ച പോലെ അജു നാട്ടിലേക്ക് പോവാണ്. അവൻ ആരെടുത്തും പറഞ്ഞിട്ടില്ല കേട്ടോ പോവാന്നുള്ളത്. സർപ്രൈസ് ആയതുകൊണ്ട് എന്നോട് വീഡിയോ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ ഇടട്ടെ? അനക്കൊരു സർപ്രൈസ് തരട്ടെ? ഒരു കളർ മാത്രം ഞാൻ വാങ്ങിച്ച കുട്ടികൾക്ക് വാച്ച് അങ്ങനെ വെക്കല്ലേ, പൊട്ടിപ്പോവും. ഹാൻഡ് ബാഗിലിട്. സുഭാഷ് ഏട്ടാ ഹാൻഡ് ബാഗിലിടണ്ടേ വാച്ച്? ഈ ബോക്സ് ഉണ്ട്, ബോക്സിലിടണോ? ബോക്സ് ഇട്ട് വെക്കണെങ്കിൽ പൊട്ടിപ്പോവേ. അല്ല അജുനുണ്ടോ വെള്ളം ഓൾടെ മാറ്റി വെച്ചിരുന്നോ? അതൊക്കെ കട്ടറാ കൊല്ലോ. ആ സാധനമൊക്കെ വേണമെങ്കിൽ പെട്ടിയിലിട്ടോ. അത് അക്കു ചേട്ടനെ പോലത്തെ വാങ്ങിച്ചതാണ് അമ്മ. അക്കൂനല്ല, അത് അച്ഛക്കാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ചിലപ്പോ കൊടുക്കൂല, ഇതൊന്നും ഞാൻ കൊടുക്കൂല. ആ കാറ് വണ്ടിക്കൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ അക്കു ട്രേഡ് നടത്തിയോന്ന് എനിക്കറിയില്ല. സാധനങ്ങൾ എടുത്തോണ്ടായിട്ടോ അവർക്കറിയാം. ഇത് നന്ദ ചന്തുനായിട്ട് തന്നതാട്ടോ. ചന്തു ഈ ചന്തുന് വാങ്ങിച്ചത് അത്. അജു ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്തിട്ട് ഈ കയറി ചെന്നാ എങ്ങനെ ഉണ്ടാവും? മൂക്കിന് കിട്ടും. പക്ഷെ സംഭവിക്ക് പോണേന്റെ മുന്നേ വരെ കുറച്ച് ദിവസം മുന്നേ വരെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ സാധനം പർച്ചേസിംഗ് ഒക്കെ തുടങ്ങിയ പാടെ ഉള്ളിൽ ഇങ്ങനെ എന്തൊക്കെയോ പോണല്ലോ. അത് പോവും, അതുകൊണ്ടല്ല. പക്ഷെ എന്തോ ഒരു സംതിങ്. ഇവനുണ്ടല്ലോ അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയണേ എനിക്കൊന്നുമില്ലടാ, എല്ലാ സാധനം തന്നോളിന്ന് പറഞ്ഞു. ഞാൻ അപ്പളേ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞാലും തൂക്കി നോക്കുമ്പോ 30 കിലോ എന്ന് പറയണ പെട്ടെന്നാവുന്നു. ഇപ്പൊ എന്നിട്ട് മനസ്സിലായോ നമുക്കത്? നോക്കാം, നമുക്ക് തൂക്കുമ്പോ എപ്പോഴും തൂക്കം കൂടുതലാവും. നമ്മള് ഒന്നും കൊണ്ടുപോകണില്ലാന്ന് കരുതും, പക്ഷെ നമ്മളെ പാക്കിങ്ങും ഡ്രസ്സിങ് പാക്കിങ്ങും ഒക്കെ കഴിയുമ്പോ ആ 30 കിലോ ഒക്കെ 40 കിലോ വരെ എത്തിയിട്ടുണ്ടാവും. ചന്തുവിന്റെ വീട്ടിൽ പോവും നമ്മള്. അജുമാമൻ ആദ്യം പോട്ടെ, എന്നിട്ട് നമ്മള് പോട്ടോ. അജുവും ചിക്കും തെറ്റിലാണ് ഇപ്പം. എന്തിനാ തെറ്റിന്റെ കാരണം? എന്തോ ഒരു ചെറിയ വണ്ടീന്റെ കാര്യം പറഞ്ഞു. എന്താ വണ്ടി വൃത്തിയാക്കിയില്ല? വണ്ടിയും കൊണ്ട് എങ്ങോട്ടോ പോവാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സർവീസും കഴിഞ്ഞിട്ടില്ലല്ലോ, വണ്ടി എവിടെയും പോയി കുടുങ്ങണ്ട വെച്ചിട്ട് സർവീസ് ചെയ്ത് പോകാൻ പറഞ്ഞു. അപ്പൊ അത് ചിക്കുന് ഇഷ്ടപ്പെട്ടില്ല. ചിക്കു എന്താ ഞാനെന്തോ എടുക്കാതെക്കാൻ വേണ്ടി പറഞ്ഞ അത്ര. അങ്ങനെ ചിക്കു അജുൻ തെറ്റിയായിരിക്കുന്നത്. ചിക്കു കാല് പിടിച്ച് വിളിച്ചിട്ടു അജു മൈൻഡ് ചെയ്തിട്ടില്ല. മുണ്ടോ വെച്ചിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പൊ ഇനി എന്താ അവിടെ ചെന്നാ മിണ്ടൂയി? മിണ്ടൂല. അത് കാണണട്ടോ, അവിടെ ചെന്ന അജു ചിക്കുനോട് മിണ്ടൂലെന്നാ പറഞ്ഞത്. പിന്നെ ചോദിക്കാം ചിക്കു എന്നിട്ട് മുണ്ടാണ് പൈസ തരാണെങ്കിൽ മുണ്ടോ. അപ്പൊ ചിക്കു കണ്ടോട്ടോ, ചിക്കു എന്നോട് മിണ്ടുവല്ലേ നമുക്ക് നോക്കാം. ഞാൻ മിണ്ടൂല, ഞാനത് ഒഴിവാക്കി. ചിക്കുനെ മുറിച്ചിട്ടു, കുടുംബത്തിന്റെ പേര് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി ചിക്കു ഇത് കേട്ടോട്ടോ. ചിക്കു എടാ ഈ അവിടെ ചെല്ലുമ്പോ വീഡിയോ എടുക്കാൻ ആരുണ്ടാവുക? ആരും ഉണ്ടാവില്ല. ചിക്കുവിന് കൊടുക്കാനുള്ള തേങ്ങ ഓളോട് തെറ്റിയാളെന്തിനാ സീഡ് കൊത്തിപ്പൊറിച്ച് നിൽക്കട്ടെ. ഇതാകുമ്പോ കൊറേ വെറുതെ ഇരിക്കണവർക്ക് ഇങ്ങനെ ഇരുന്ന് തിന്നാം. ഹോസ്പിറ്റലിൽ അവിടെ പോയി വെറുതെ ഇരിക്കല്ലേ, അപ്പൊ അങ്ങനെ പൊളിച്ച് ഇങ്ങനെ തിന്നാം. ഈ ഇതിനൊക്കെ കൊണ്ടോണേ ഓളോട് തെറ്റിയതല്ലേ, മുറിച്ചിട്ടല്ലേ? അളിയ ഇവിടെ അല്ല, അളിയൻ അങ്ങനത്തെ സാധനമല്ല വേണ്ടത്, കുറിക്കാനുള്ള സാധനം. അജു പിന്നെയോ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തേ വാങ്ങിണ്ടോ? എന്താ വാങ്ങിയേ? അച്ഛന് വാങ്ങിയ എന്തോ ഒരു മൾട്ടിമീറ്റർ എന്തോ അല്ലേന്നോ? അച്ഛൻ്റെ ഉള്ളിലുണ്ട് ഒരു സാധനം, മൾട്ടിമീറ്റർ. അമ്മയ്ക്ക് എന്താ വാങ്ങിയേ? അമ്മയ്ക്ക് ഞാൻ അവിടെ പോയിട്ട് ഒന്നും വാങ്ങിയില്ലട്ടോ. അല്ല, അമ്മയ്ക്ക് ഞാൻ അവിടെ പോയിട്ട് കൊണ്ടുപോവാച്ചാ. ഒരു വാച്ച് ചിലപ്പോ വാങ്ങിക്കാം. എനിക്കൊരു വാച്ച് എടുക്കണം. അമ്മയ്ക്ക് വാച്ച് എടുത്ത കാര്യണ്ടോ? എന്ത് തരൂ? കൂണോ? കൂടോ? സോറി, എന്റെ കൈ തന്നെ. അമ്മയ്ക്ക് ഒരു സ്പ്രേ കൊടുക്കാം. 3 വർഷം കഴിഞ്ഞ് മകൻ എന്താ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് ഒരു സ്പ്രേ. 1 ഇയറിലേക്കുള്ള 10 അപ്പടച്ചു. കാരക്കുണ്ട്.
എണീക്കട അങ്ങനെ ഇരിക്കല്ലേ, പെട്ടി കെട്ടുന്ന ഉഷാറുണ്ടാവട്ടെ. അതിന് പോവാനായിട്ടൊന്നുമില്ലല്ലോ. ഇതിനെ നോക്കി തരും, ഇതിന്റെ പേര് അടിച്ചു കൊണ്ടുപോയിക്കോ പോകുമ്പോ. കൊഞ്ചിച്ച് കൊഞ്ചിച്ച് മുടി കെട്ടി വെച്ചിരിക്കുന്ന കളർ ചെയ്ത പോലെ മുടി. ഇതാരാ പുറത്തേക്ക് എടുത്തേ? ഒരു ഇതും ഞാനേ പോയി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് വരൂല. അച്ചൂട്ടല്ല, ഞാൻ ചന്തുവിന്റെ വീട്ടിലേക്കാ പോണേ. ഞാൻ അനക്കൊരു കാര്യം അറിയോ, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരില്ല, പിന്നെ ഇന്റെ ശല്യം ഉണ്ടാവില്ല. നമുക്കിവിടെ സുഖമായി അജുമാവൻ പോയാലേ, നമ്മൾ അടിച്ചു പൊളിക്കുന്നു പറ. ഞങ്ങള് ബിരിയാണി ഒക്കെ തിന്നൂടാ, ഈ റൂമൊക്കെ അടിച്ചു പൊളിക്കും ഞങ്ങള്. തിരിച്ചു വരൂലല്ലോ. എയർപോർട്ടിൽ കൊണ്ടാക്കണം കേട്ടോ നമുക്ക് അജീനെ. കൊഴുത്തുന്ന കുട്ടി എല്ലാ കുട്ടിയൊക്കെ കവളോ പനീന്റെ എഫക്റ്റാ. പനി വന്നാ തടി പറയൂ ശ്രീ. തടി പറയാം, അനക്കൊരു പനിയും വരുന്നില്ലല്ലോ അല്ലെ. ഞാനേ പോണുള്ളൂ, അന്നെ പറ്റിക്ക. എന്താ ഒരു കാര്യം പറയട്ടെ, ഇവൻ പോകുമ്പോ കരയരുത് പക്ഷേ, ഓക്കെ? ഇവനെ നമ്മൾ എയർപോർട്ടിൽ കൊണ്ട് ഒഴിവാക്കിയിട്ടാണ് വരിക. കരയോ? കരയോ? ഉറപ്പാണോ? എന്നാ അജിനോട് പറ കരയില്ലാന്ന്. നമുക്ക് പോണം കേട്ടോ. അജി പോയിട്ടേ നമ്മള് പോവുള്ളൂ. അതെന്തിനാ ഇപ്പൊ തന്നെ പോണേ? അജി ആദ്യം പോട്ടെ. അജി അവിടെ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കട്ടെ. നമുക്ക് എല്ലാം റെഡിയാക്കി അജി വെക്കും, അപ്പേക്കും നമുക്ക് പോവാം. ഓക്കെ ഓക്കെ? അജിനോട് പോയി വാന്ന് പറയും. ഈ ഫോൺ ഇതിൽ വെച്ചാ പോരെ ചേട്ടാ? അതിൽ വെക്കാൻ പറ്റൂല. അല്ല, നീ എന്തിനാ എന്റെ ഡ്രസ് എടുത്തിട്ടെ? എന്റെ ഡ്രസ്സാണ് കേട്ടോ ഓടുത്തിട്ടിരിക്കുന്നെ. ഇത് ഞാൻ രാത്രി ഇടുന്നതാ തണുപ്പിന്. എനിക്ക് വേറെ ഡ്രസ്സിൽ ഒക്കെ തിരുമ്പിട്ടല്ലേ. നാട്ടിൽ പോവാണ് കേട്ടോ അജു. അജു ആരോടും പറയാതെ സർപ്രൈസ് ആയിട്ടാണ് പോവാൻ വേണ്ടിട്ട്. നാളെ പോവും, പക്ഷെ എനിക്ക് വീഡിയോ ഇടപ്പാൻ പറ്റൂല. വീഡിയോ ഞാന് അവിടെ അജു ഇറങ്ങി കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. നാളെ എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? 11 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. 9 മണിക്ക് ഇവിടെ ഇറങ്ങും. 9 മണിക്ക് ഇറങ്ങുമോ? 11:30 ഫ്ലൈറ്റ്. 11:30 പോവൂല്ലോ ഇവിടുന്ന്. അപ്പൊ എത്ര മണിക്ക് വീട്ടിലെത്തും? 6-7 ജീവന്റെ അടുത്ത് പറഞ്ഞ് വീഡിയോ എടുക്കണം കേട്ടോ. ഇതിന്റെ ആഫ്റ്റർ വീഡിയോ. അമ്മേന്റെ കുട്ടി പോകണ്ടോ? എന്തിനാ പോണേ? നമുക്ക് പോവാ കുറച്ച് കഴിഞ്ഞിട്ട്. ഇഷ്ടാണോ? ഞാൻ പോയി കഴിഞ്ഞാൽ ഈ എല്ലാരും പോകുമ്പോൾ കരയാനായിട്ട് ഇരിക്കുകയാണോ അവിടെ? അമ്മേന്റെ കുട്ടി കരയരുത് കേട്ടോ. ഇനി അജുമാമ്മ കൂടെ തിരിച്ചു വരൂല കേട്ടോ. എന്തിന്? ഈ ആയിട്ട് തല്ലുകൂടാനല്ലേ? ഈ എപ്പോഴും തല്ലുകൂട്ടല്ലേ? എന്നും തല്ലല്ലേ? എല്ലാ മുട്ടായും തേങ്ങയും വാങ്ങിച്ചു ഞാൻ തന്നെ ഇഷ്ടല്ല. അജുമാമ പോവാണെങ്കിൽ അമ്മേന്റെ കുട്ടി എങ്ങനെ കരയാ? പിന്നാലെ ഓടി വരൂടാ എന്റെ കുട്ടി. നിക്കോ? ഈ എന്താ ഒരു കാര്യം ചെയ്യാ, അജുമാമന്റെ കൂടെ പോയിക്കോ. അപ്പൊ അമ്മേനെ കാണാൻ പറ്റൂല. അമ്മേനെ കാണാൻ പറ്റൂല. പിന്നെ അമ്മ ഇവിടെ അല്ലേ? വരും, കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. കൊഴപ്പുണ്ടോ? ഈ ആരും കൂടി നിക്ക എവിടെ പോയിട്ട് നാട്ടില്? എന്താ പറഞ്ഞറിയോ? ശ്രീമോള് ആവശ്യമില്ല. ചന്ദൂനി കോക്കൂന്റെ അടുത്ത് നിക്കോ അതോ അച്ഛച്ച വീട്ടിലാണോ നിക്ക? അച്ഛച്ച വീട്ടിലാട്ടോ ഓക്ക് പോണ്ടത്. അച്ഛച്ച വീട്ടിൽ മീനുണ്ട്, ആ പാടത്ത് മീനുണ്ട്, അതാണ്. അതിനെ പിടിക്കാനാണോ നാട്ടിൽ പോണത് നീയെ? അക്കുന് പോണോ ജുമാനെ? അങ്ങനെ ഈ പോവണ്ട, സ്കൂള് കഴിഞ്ഞിട്ട് കേട്ടോ. ആരെ ചോദിച്ചു നോക്ക്.
ഇന്ന് എടുത്തോ ഈ വരുന്നോടെ ആരെ കൂടെ അപ്പൊ ഉറങ്ങൊക്കെ എല്ലാരും പോവും ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ മേത്ത് പിന്നെ പോകൂല പണിയാവും കൊണ്ടോയിക്കോടാ ഇത് കൊണ്ടുപോകുന്ന കുഴപ്പമൊന്നുമില്ല. ക്ലൈമറ്റ് ചേഞ്ചിന് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലാണ് അവളെ വാശി തുടങ്ങുക. അല്ലെങ്കിൽ അവള് നിൽക്കും. വാശി പിടിക്കാതെ അമ്മേനെ കാണണമെന്നൊന്നും പറയാതെ നിക്കുവോ? പൊട്ടിന് തേങ്ങ ഇടാൻ ഞാൻ നടക്കേണ്ടി വരും. ഞാൻ കൊടൈക്കനാലൊക്കെ പോണ്ടി പോരുന്നോ? ഈ പോവുണ്ടോ അജുവിന്റെ കൂടെ? ബീച്ചാക്കി പോകണ അജുവിന് കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാത്ത, അല്ലെങ്കിൽ ഏത് നേരത്ത് കിടന്നുറങ്ങണ ആളാണ്. ഉറക്കമില്ലാതെ എത്ര വർഷത്തിന് ശേഷം നാട്ടിൽ പോണേ? 3 വർഷത്തിന് ശേഷം. 3 വർഷമായിട്ടില്ല, 2.5 മാർച്ചിലേക്ക് 3 2.25 വർഷത്തിന് ശേഷം, നീണ്ട ഇടവേളയ്ക്ക് ശേഷം. പക്ഷേ ഒരു 10 ദിവസം ഉള്ളപ്പോ നീങ്ങളില്ലേ ദിവസം ഇപ്പൊ പെട്ടെന്ന് പോയ പോലെ. ആ ഷോപ്പിംഗ് എടുത്ത് തുടങ്ങിയതിന്റെ ശേഷമാണ് പടപടേറിന് പോകുന്നത്. ദിവസം 3 കൊല്ലം നിന്നിട്ടാ ഞങ്ങളെ വിട്ടുപോകാൻ സങ്കടം ഉണ്ടാ. കണ്ടോ കണ്ടോ പറയണ ഒരു കുത്തല്ലോ. രാജു കൊടുത്ത ട്രെയിനിങ് ആണ്. എങ്ങനെ കരയേണ്ടത് എന്താ? ഇങ്ങനെയൊക്കെ തന്നെ കരയണം കേട്ടോ. പൊട്ടലും പോയേ മണ്ടലും പോയേ. ഈ സമയം ഞാൻ നാട്ടിലല്ലേ നാളെ. അവിടുന്ന് വീഡിയോ എടുത്ത് അയക്കണേ. ഞാൻ പോവിന്റെ വീട്ടിക്ക്. എന്നിട്ട് എന്റെ വീട്ടിൽ പോയത് എനിക്ക് റൂമില്ലേ. അപ്പൊ ചിക്കുനോട് മിണ്ടൂല? ചിക്കു കേട്ടോ ചിക്കു? നീ എന്നാ ഒരിക്കലും മിണ്ടൂലേ? ചിക്കും ചിക്കു അജുവും തെറ്റിലാണ്. അതും കൂടി കാണാം. ഇതെന്താ കുമ്പ? ഞാൻ 97 ഒന്ന് കാണട്ടെ, ഒന്ന് കാണട്ടെ. 98.2 97 ഞാൻ നോക്കുമ്പോ ഞാൻ വെള്ളം ഇരുന്ന് കുടിച്ചാണ് ഉച്ചക്ക് വിശപ്പ് ചോറിനാരോ. അതല്ല കേട്ടോ, അതല്ല. ഈ മുടി വെട്ടിയിട്ട് പോണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി വെട്ടാനൊരു ശ്രമം ശ്രമല്ല, താടി വെട്ടാൻ നോക്കി, താടി ഷേപ്പ് ചെയ്യാൻ നോക്കിയാ. ഞാൻ കൊറേ കൂട്ടി ഇങ്ങനെ വെച്ചിരുന്നു. പക്ഷെ ഒരു ശ്രീലങ്കക്കാരനെ വെട്ടിയത് ഓളാക്കി തന്നു. ഞാൻ പഠിച്ചു പോകും. അവിടെ ചെന്ന മുടി വെട്ടുവോ? മേലെ കിട്ടില്ല, ഇവിടെ വെട്ടി, മേലെ വെട്ടി. എത്തൂല, ആദ്യം എത്തുമായിരുന്നു മൊത്തം. നിങ്ങളെന്താ അജു പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് വരും. ഡേറ്റ് കൺഫേംഡ് അല്ല. ഞങ്ങള് നേരെ വരെ പറശ്ശിനിക്കടവിലേക്കാണ്. ഈ അങ്ങോട്ട് ഞങ്ങളെ കൂട്ടാൻ വരില്ലേ? ഈ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടു. അല്ല ഇതൊക്കെ ഇതിനെ പെടുത്തുന്നേ. ആർക്ക് നാട്ടിൽ പോവാന്? എന്നാ എടുത്തോ അജോ, കൊണ്ടുപോയിക്കോ. എന്നാ അജോ കൊണ്ടുപോയിക്കോ. ഈയല്ലേ പറഞ്ഞേ? ആ മതി എന്റെ ആട്ടം. ഈയല്ലേ പറഞ്ഞത് ഇവള് കരയും ഈ പോയാല് എനക്ക് സങ്കടാണ്. ഞാൻ ചലഞ്ചിലുണ്ടോ? ആ പിന്നെ ഓള് ആര് പോയാലും കരയും. നീ കരയോ നന്ദ? നാളെ നാട്ടിൽ പോകുമ്പോ? നാണക്കേടാ നന്ദ, കരയാതിരിക്കണം. കരയാതിരിക്കുവോ? അത് നോക്കണ്ട, കണ്ണുകൂടെ വെള്ളം വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ കരയരുത്, പറ്റുമോ? അതെന്തിന് നന്ദ? നമ്മള് സ്ട്രോങ് ഗേൾസ് അല്ലേ? അമ്മേന്റെ കുട്ടി എന്തായാലും അമ്മേന്റെ കൂടെ അല്ലേ നാട്ടിക്ക് വരുന്നുള്ളൂ. അപ്പൊ അജുമാവൻ പോകുമ്പോ ഇത് അഭിനയിക്കുകയാണോ? ഈ എങ്ങനെ കരയാ? കാണാ മുട്ടായി തേങ്ങ പറഞ്ഞ അല്ല ഇയമ്മ കൊണ്ട് തരുമല്ലോ മുട്ടായി. അജി പോയാ ഇനി വരൂലട്ടെന്നെന്താ?
മുട്ടയും സാധനം നിന്നോട് കൊണ്ടുവെക്കൂലല്ലോ. പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ചു ഇരുമ്പും സാധനം വെച്ചിട്ടില്ലല്ലോ. നന്ദ എന്തെങ്കിലും പോയി പറ, അജുമാമൻ പോണ്ടാന്ന് എന്തെങ്കിലും പോയി പറ. ശല്ലേ അഭിനയിക്കാന്നെനിക്ക് നല്ലോണം അറിയാം. അനക്ക് ഞാൻ പോണേന് ഒരു വിഷമില്ലാന്ന് എനിക്കറിയാം. പോലീസിനെ വിളിച്ചു പറയുന്നു എന്നാ കേട്ടോ. ഇത് എല്ലാവർക്കും കേൾപ്പിക്കാനുള്ള നന്ദപ്പടക്കുള്ള ഒരു കള്ളത്തരാണ്. നന്ദന്റെ ഒരു കള്ളത്തരാണ്. നന്ദക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ആരാണ് എന്റെ ബോയ് ഫ്രണ്ട്? അജുമാമൻ എന്റെ ബോയ് ഫ്രണ്ട്. ഓളെ ബോയ് ഫ്രണ്ട് ആണ്. പോവാൻ പറ്റൂല കേട്ടോ. നീച്ച ജിന്റെ ബോയ് ഫ്രണ്ട് നീച്ച ജിന്റെ ബോയ് ഫ്രണ്ട് ഒന്നല്ല. ചത്തു പോണെന്നോ? എന്താ പറഞ്ഞേ? ആഹാ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യ്, ഞാൻ പോയി എന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ. നോക്കിയാ എല്ലാ പ്രാവശ്യം ഈ പോണം വന്ന് കരയണമ്പോ നമ്മള് കൂടെ കൂട്ടാത്തതിന്റെ കാരണം എന്താ അറിയോ? എന്റെ ഡ്രസ്സ് ഒന്ന് പാക്ക് ചെയ്തോ. ഒക്കെ പെട്ടിയിൽ വെച്ച് പാക്ക് ചെയ്തോ. എന്റെ കുഞ്ഞി പെട്ടിയിൽ വെച്ച് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചാൽ ഒരുമിച്ച് നമുക്ക് പോവാം. ഡ്രസ് ഇടാതെ കുത്തോണ്ട് തരും ഓരോന്ന് പറഞ്ഞിട്ട് ഇനി അതിനുണ്ടാ. മാക്സിമം പോകുമ്പോ കരയില്ലേന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ഓള് കരയണ എന്നോട് സ്നേഹം കൊണ്ടൊന്നല്ല, ഓൾക്ക് ഫ്ലൈറ്റ് കയറാനുള്ള പൂജ കൊണ്ടാ. ബ്ലഡി ബങ്കർ ഇയമ്മ കരയുണ്ടേ പറയണ്ടോ? ഞാൻ എന്റെ മോനെ ഞാനിങ്ങനെ കൊച്ചിനീഫേനെ അറിയില്ല എനിക്ക്. ഹരിശ്രീനെയും ദിലീപിനെയും കൊണ്ടാക്കിയിട്ട് കൊച്ചിനീഫിന്റെ അവസ്ഥ അല്ലേ? അതാവും എന്റെ അവസ്ഥ. എന്ത് സാധനം? ബ്ലാക്ക് മാസ്ക്. പിന്നെ ഇങ്ങനെ പോയാ മതി നാട്ടിക്ക്. എന്തിനാ ഓനെങ്ങനെ സുന്ദരനാക്കണേ? നീ വരൂല, നീ പോവൂല. അവൻ ഒറ്റയ്ക്ക് പോകുന്നു. കഴിഞ്ഞിട്ട് അണക്കിട്ട് കേട്ടോ. അല്ല അണക്കിടാനല്ല, സ്ത്രീ ഇട്ടുണ്ടാ. എന്റെ കുട്ടി ഇട്ട് തരൂലേ അടിപൊളിയാക്കി? എന്തോ മൊത്തമായിട്ട് ഇട്ടുണ്ട് കേട്ടോ. കൊറേ മറ്റേ ബ്ലാക്ക് പുരികൊന്നും പറിച്ചെടുക്കാനുള്ള വെറുപ്പാക്കല്ലോ കേട്ടോ. കിട്ടുണ്ടോ? അല്ലേ ഇപ്പുറത്തെ കൂടെ ലെഫ്റ്റ് ഇങ്ങോട്ട് വാ. ഈ അല്ലെങ്കിലേ സുന്ദരനല്ലേ, പിന്നെ എന്തിനാ അഡീഷണൽ ഫിറ്റിംഗ്സ് എനിക്ക്? എന്നോട് ഞാൻ ഇത് ഇടാൻ പറഞ്ഞില്ലല്ലോ. എന്താണ് അനക്ക് കേൾക്കണോ അങ്ങനെ? ഫില്ലാക്കിട്ട് തേക്കിട്ടോ കറക്റ്റ്. ഇന്നെ കാണുന്നുണ്ടോ? വീഡിയോഗ്രാഫർ നന്ദയാണ്. നാളെ ഈ സമയത്ത് ഞാൻ അവിടെ അല്ലേ? അക്കു അറിയോ? ആർക്കും അറിയില്ല. അക്കുവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഈ പോകുമ്പോ കരയാൻ നിൽക്കുന്ന കണക്കെടുക്കും. ശ്രീമോള് അറിയോ പറഞ്ഞ ക്യാമറാമാൻ നന്ദയോടൊപ്പം അജു. അജുവിന് സങ്കടം കൊണ്ട് പോണ്ടാന്നാ പറയണ നാട്ടിക്ക്. അജുവിന് മനസ്സിലായി. സാലിന്റെ ഡ്രസ് അല്ലല്ലോ.
ശ്രീ ഇത് ഫേസ് വാഷ് വരെ അരച്ച് തേക്കാണ്. ഇത് തൊലിക്കാൻ പാകത്തിന് തേക്കി കറപ്പായിട്ട് കിടക്കുന്നുണ്ടോ മൊത്തം? ആ ട്യൂബ് മൂക്കും വേണം മെയിന്. മണി തേച്ചോ ഫീൽ ചെയ്ത് കേട്ട് ഞാൻ തേച്ചാ എന്റെ കുട്ടീന്റെ മേത്ത് തേതൊന്നും തേപ്പിക്കൂല. ഇതൊക്കെ അളക്ക് പരീക്ഷണ എലികളിൽ എന്നാണല്ലോ. കണ്ണിന്റെ സൈഡിൽ തേക്കാൻ പാടില്ല ഒന്നും. കണ്ണിന്റെ തട്ടില് ഒരു സാധനം അപ്ലൈ ചെയ്യാൻ പാടില്ല. നോട്ടെ ബർഗർ ഓർഡർ ചെയ്യാൻ പറ്റിയാണോ? എന്താക്കോ അക്കു പിണങ്ങി കിടക്കുക. ചോറ് വേണ്ട. ഇതാണ് അക്കുവിന്റെ പ്രശ്നം. വേണോ? കഷ്ടാത് വെറുതെ വിടുവോ? അക്കുനെ വെറുതെ വിടൂ. അടി 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 അടിയാ. ഇല്ല എന്റെ കയ്യിലായത് നേറുണ്ടോ? ചൊറിയണോ? അല്ല ഇവിടെ ഒന്നും മാറ്റി തരുത്. അവിടെ അവിടെ ചൊറിയണം. എന്താ അജുമാമിന്റെ വീഡിയോ എടുക്കാൻ നടക്കുന്ന ആള്. അനക്ക് തേച്ചേരട്ടെങ്ങനെ? എന്താ ചെയ്യാ, നാട്ടിൽ പോവാനുള്ള കുട്ടിയുടെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അജുവിന്റെ ഫോട്ടോ എടുത്തോക്ക്. കന്തൂരോ അയച്ചു കൊടുക്ക്. നാട്ടിൽ പോകുന്ന ഒരു കുട്ടിയുടെ എന്താ അതിന് പറയാ, വ്യഗ്രതാണോ എന്താ അതിന് പറയാ? എന്തൊക്കെയോ ആക്കണം എന്നൊരു തോന്നല് നാട്ടിൽ പോവാൻ. എന്തൊക്കെയോ ആക്കണം എന്നല്ല, ഞാൻ മുഖത്ത് കൊറേ മറ്റേ മൂക്കിന്റെ അവിടെ കൊറേ മറ്റേ ഡാർക്ക് ഹെഡ്സ് ഉണ്ട്. നമുക്ക് പോവാനാ പോയത് തന്നെ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സംഭവം. അങ്ങനെ മിറക്കിൾ കാണാൻ പോവാണ്. നന്ദത് പറിച്ചെടുക്ക്. ലേറുണ്ടാക്കും. അവിടെ ഇടല്ലേ പോരുണ്ടോ? നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോക്കട്ടെ. ഓ ഇവള് പറിച്ചെടുത്ത് മാറ് മാറ്. മെല്ലെ മെല്ലെ പറിക്കുന്നതാ. നോ മെല്ലേന്നോ? സുന്ദു എന്റെ സുന്ദര. അജുമാ സുന്ദരനായോ? ഉണങ്ങിയില്ലേ അവളെ കയ്യിൽ? ഇവിടെ കുറച്ച് ഉണങ്ങാൻ ബാക്കിയുണ്ട്. എന്റെ കൈമ തുടക്കണ്ട. ഇത് സത്യം പറഞ്ഞാലേ നമ്മൾ ഈ സാറ്റിസ്ഫൈങ് വീഡിയോ എന്നൊക്കെ പറയില്ലേ, പറിച്ചെടുക്കണ. ഇവിടെ ഉണങ്ങിയില്ലടാ. പിമ്പിൾസ് ഒക്കെ ഇങ്ങനെ പറിക്കണല്ലേ. നെറ്റിയില് മുഖത്ത് മൊത്തം പോയോ? ഉറച്ചെടുക്കട്ടെ. നെറ്റിയില് ഈ വിയർത്തിട്ടുണ്ടാവും, അതാണ് ഇത് ഉണങ്ങാഞ്ഞത്. ഈ അടുക്കളയിൽ കയറിയില്ലേ, അവന് പുട്ട് തിന്നണം അത്ര രാത്രി. എനിക്ക് പുട്ടും മുട്ട റോസ്റ്റും കഴിക്കണം. ഈ നാട്ടിൽ പോവാറായപ്പോ ഉറക്കല്ല, അതാണ്. എടാ ഇത് നെറ്റിയിൽ നീ വിയർത്തു, അതാണിത് ഉണങ്ങി. അടിയത്തെ മൊത്തം പോന്നോ? അടിയത്തെ മൊത്തം പോകും, നെറ്റിയത്തെ പോകുന്നില്ല. കണ്ടോ ഇവളാക്കണ് പറക്കണ്. നമ്മളെ പുട്ടായോ നോക്ക് തന്റെ. പുട്ടും മുട്ട റോസ്റ്റും. ഇവിടത്തേക്ക് പോന്നോ? ഒന്നുമില്ല അവിടെ. ഇല്ല അവിടെ. അങ്ങനെ അജുമാമ മാത്രം സുന്ദരനായാ മതിയോ? മതിയോ? ഈ അമ്മയൊന്ന് സുന്ദരനാവോ നോക്കട്ടെ. സുന്ദരനായോ? ഈ സുന്ദരനായോ? എന്നാ അമ്മയൊന്ന് സുന്ദരനാവട്ടെ കേട്ടോ. ആണോ? ക്രീം ആയിക്കണ്ട അതിന് സുന്ദരനാവാൻ? ഇതല്ല. എന്നാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രീം അയക്കാം കേട്ടോ. ഓക്കെ.
ഞാൻ ചോറും മീൻകറിയൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ അജുവിന് പുട്ട് വേണമെന്ന് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു. എൻ്റെ അജു ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ പുട്ടാട്ടോ. അതിന് മുട്ട സമയം 12 മണിയായിട്ടോ. ഓൻ ഓരോ പൂതി നാട്ടിൽ പോണതിന് മുമ്പ് ഉറക്കല്ലാഞ്ഞിട്ടേ ഓരോ പൂതി. ഓയ് പെട്ടെന്ന് വെച്ചൊരു തക്ക ഉള്ളി റോസ്റ്റും കൂട്ട്. അനക്ക് പറ്റൂല. എന്താ അണക്കുണ്ടോ ഡയറ്റ്? അതിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡയറ്റ്. രാത്രി പിന്നെ ഫുള്ളാകും പറ്റില്ല. ഒരു നേരം കഴിക്കാം. രാത്രി അല്ല, ഒരു നേരം. തക്കാണ് അമ്മ ഉണ്ടാക്കണേണോ അജു ഉണ്ടാക്കണേണോ ടേസ്റ്റ്? ഇതാണ്. ഏത് ശ്രീമോളിലാക്കിട്ട് കഴിക്കലുണ്ടോ? ഇല്ല. ഈ പുട്ടിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ് മീൻകറി. ഇത് മാത്രം കൂട്ടി എങ്ങോട്ട് നോക്കുക. എന്റെ ഡയറ്റ് എന്റെ കിലോ കൂട്ട. ഓൾ കിലോ കൂടുമ്പോ എന്റെ കിലോയും കൂടി കൂടണം. അതാണ്. ഇതൊന്ന് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട് പറ. അജോ ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കി മുന്നിൽ വെച്ച് തന്നാ നല്ല ടേസ്റ്റ് എങ്ങനെയുണ്ട് പറ. അടിപൊളിയാണ്. എനിക്ക് ആരും ഉണ്ടാക്കിയത് ഇഷ്ടമാണ്. എനിക്കൊന്നും ചെയ്യാതിരുന്നാ മതി. പക്ഷെ അന്ന് അക്കൊരു നൂഡിൽസ് ഉണ്ടാക്കി തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെന്നാ പറഞ്ഞേക്കെ. അതിന് ഭക്ഷണം ഉണ്ടാക്കിയാണോ? നൂഡിൽസ് ഉണ്ടാക്കപ്പോ എന്താ പാടില്ലാക്കും? സാധാ പോലെയല്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടാക്കിയാന്ന് ഓനോട് ചോദിച്ചു. My secret recipe with sponsored by Maggi. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തന്നില്ല തിന്നു. മുട്ട റോസ്റ്റ് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അതേ ചോദിച്ചാൽ കഷ്ടപ്പെട്ട് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ അവിടെ ഉണ്ടാക്കുന്ന സ്ത്രീ കണ്ടിട്ടുണ്ടോ? എനിക്കറിയാം. ഞാൻ വിചാരിച്ചു ഉറക്കല്ലാഞ്ഞിട്ടാണ്. ഇപ്പൊ 12-1 മണിയായി നേരം. എന്താ ഏലപ്പൂ ഇട്ട ചായ. കറാമ്പൂട്ട്. ഏലപ്പൂവേ ഞാൻ ഉദ്ദേശിച്ച അതാണ്. മാറിപ്പോയതാ. കറാമ്പൂട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. ഒരു ഫ്ലേവർ ഇടും. ഞാൻ നിക്കണോ പോണോ? ഇത്തിരി മീൻകറി ആവാം. മുട്ടേന്റെ ഒരു കഷ്ണവും ആവാം. മീനിന്റെ ഒരു കഷ്ണവും ആവാം. എങ്ങട്ടാ പോകും? കൊക്കപ്പുഴുവിന്റെ അസുഖാറില്ല. അങ്ങനെ നാട്ടിൽ പോവലിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളത്തെ വിശേഷങ്ങൾ നാളെ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.